പ്രിയപ്പെട്ടവരെ, ഇനി പ്രവാസ ചിന്തകളിൽ നമ്മോട് സംസാരിക്കാൻ എത്തുന്നത് ഒരു പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് അക്കൗണ്ട്സ്, യുണൈറ്റഡ് ഓഡിറ്റിംഗ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ CEO കൂടിയായ CA മനു നായരാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയാണ് അദ്ദേഹം. മനു നായർ, പ്രവാസ ചിന്തകളിലേക്ക് താങ്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. മനു പഠിച്ചത് ഫിസിക്സാണ് അല്ലേ? പക്ഷേ തിരഞ്ഞെടുത്തത് കണക്കുകൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും സങ്കീർണമായ വഴികൾ. എന്തുകൊണ്ടാണ് ഈ ഒരു സങ്കീർണമായ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ ബിരുദമാണ്. അതിനുശേഷം ഞാൻ ആലോചിച്ചു, എനിക്ക് ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഫഷൻ. എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് CA അല്ലെങ്കിൽ IAS. IAS ആണെങ്കിൽ വീണ്ടും പൊളിറ്റീഷ്യൻസിൻ്റെ ഹാൻഡിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് ഞാൻ CA തിരഞ്ഞെടുത്തു. CA ഏറ്റവും ടഫാണ്, ഇന്ത്യയിൽ ഏറ്റവും ടഫായ കോഴ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ CA തിരഞ്ഞെടുത്തത്. പൊളിറ്റീഷ്യൻസിന് അത്ര വെറുപ്പാണോ? പൊളിറ്റീഷ്യൻസിന് വെറുപ്പല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു സേ ഓൾവേസ് SR. ഇപ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ, എമിറേറ്റ്സ് അക്കൗണ്ട്സ്, യുണൈറ്റഡ് ഓഡിറ്റിംഗ്, ഈ രണ്ട് സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് മനു നായർ. ഈ സ്ഥാപനങ്ങൾ എങ്ങനെ പോകുന്നു? 2006 എമിറേറ്റ്സ് അക്കൗണ്ട്സ് ആസ് എ ബിസിനസ് കൺസൾട്ടൻസി ദുബായിൽ സ്റ്റാർട്ട് ചെയ്ത്. ഒരു ബ്രാഞ്ച് അജ്മാനിലുണ്ട്. യുണൈറ്റഡ് ഓഡിറ്റിംഗ് ജസ്റ്റ് ആഫ്റ്റർ 1 year in 2007 we started. മനുവിൻ്റെ കമ്പനിയിൽ ഞാൻ ബയോഡേറ്റ നോക്കിയപ്പോൾ കൂടെ പഠിച്ചിരുന്നവരാണ് കൂടുതലും, ചങ്ങാതിമാരാണ് എല്ലാവരും. തീർച്ചയായിട്ടും ഞാൻ ദുബായിലൊരു ഓഡിറ്റിംഗ് ഫേം തുടങ്ങാൻ തീരുമാനിച്ചപ്പം ആദ്യം ഡിസൈഡ് ചെയ്തത് എൻ്റെ ഉറ്റ ചങ്ങാതിമാർ ഇതിലുണ്ടാവണമെന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചങ്ങാതിമാരായ രാകേഷ്, പ്രദീപ്, അജിത്, സുരേഷ് ഇവരൊക്കെ ഒന്നിച്ചു ചേർന്നാണ് ഞങ്ങൾ ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഈ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും. ഈവൻ ഞങ്ങൾ ഇന്റർനാഷണൽ ഫേമാണ് ഇപ്പം. അത് കൂടുതൽ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലണ്ടനിലുള്ള ഒരു ഓഫീസ് പ്രാരംഭ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലും ഒരു ഓഫീസ് തുടങ്ങാനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഖത്തറിലും ബഹ്റിനിലൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഫ്യൂച്ചർ. അപ്പോൾ ഇതിനൊക്കെ ഈ ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ സുഗമമായി നടത്താൻ തീർച്ചയായിട്ടും കണ്ണാടികൾ ഒരുപാടുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയുടെ ക്രയവിക്രയങ്ങളിൽ നിർണായകമായ സ്ഥാനമാണ് ഈ ഓഡിറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയെക്കുറിച്ചല്ല, ഇതിനെ മുഴുവൻ തകർക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും സാമ്പത്തിക മാന്ദ്യത്തെയും കുറിച്ചാണ്. ഇത് കമ്പനികളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ബിസിനസ് വേൾഡിലുണ്ടായിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് അത് കൂടുതലും ദുബായിലുണ്ടായിരിക്കുന്ന യഥാർത്ഥത്തിൽ ചെറുതായിട്ടൊരു കോൺഫിഡൻസ് ക്രൈസിസ് ആണ്. ഈ കോൺഫിഡൻസ് ക്രൈസിസിലൂടെ ഫിനാൻഷ്യൽ ക്രൈസിസ് കുറച്ചും കൂടി മുകളിലോട്ട് പോയി. പക്ഷെ അത് തിരിച്ചു വരാൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ. ഈ കോൺഫിഡൻസ് ക്രൈസിസിന് ഞങ്ങൾ നൽകുന്ന മരുന്ന്, ഞങ്ങൾ പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സ് അക്കൗണ്ട്സ് is conducting a regular program for the business owners. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോബ്ലംസ്, ലേറ്റസ്റ്റ് ചേഞ്ചസ് ആൻഡ് the business opportunities mainly. We advises the clients. Not only the clients, all the business people also. അപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണല്ലേ, കോൺഫിഡൻസ് വീണ്ടെടുക്കുക, ഇതാണ് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തു, ഞങ്ങളാലാവുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇതല്ലാതെ there is another group of people called Emirates Club of Accountants. It's a group of professional people, professional accountants, including auditors. Emirates Club of Accountants മെമ്പേഴ്സിന് ഞങ്ങൾ റെഗുലർലി ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് CPA ഇന്റർനാഷണൽ ലണ്ടൻ ആൻഡ് CA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. എന്തായാലും ഒരു പ്രതിസന്ധിയുണ്ട്, കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. ഈ പ്രതിസന്ധി ദീർഘനാൾ നിൽക്കുമോ അതോ ശക്തമായി ഇത് മറികടക്കുമോ? പ്രതിസന്ധി എന്നും ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് കുറച്ച് ഡീപ്പാണെങ്കിലും ഇത് തിരിച്ചു വരാൻ പറ്റിയ പാതയിലാണ് ഇപ്പോൾ. 1-2 വർഷത്തിനുള്ളിൽ ഇത് തിരിച്ച് പ്രോപ്പർ സ്റ്റേജിലേക്ക് എത്തും. ഈ തൊഴിൽ നഷ്ടം ഇതിൻ്റെ ഒരു വലിയ ആഘാതമായി, സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിയ ആഘാതമാണ് ഈ തൊഴിൽ നഷ്ടം. ഈ മേഖലയിൽ തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? താങ്കൾ പ്രവർത്തിക്കുന്ന മേഖല ഏതെങ്കിലും ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടന്റിന്റെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രൊഫഷനിലുള്ളവർക്കും
ജോലി ബാധിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഒരു വലിയ പ്രശ്നമാണല്ലേ? ഇപ്പോൾ ക്വാളിറ്റി കൂടുതൽ നോക്കാൻ തുടങ്ങിയിരിക്കുന്നത് ദുബായ് കമ്പനീസ്. നേരത്തെ സപ്ലൈ കുറവായിരുന്നതുകൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുമായിരുന്നു. ബട്ട് ദർ ഇസ് നോ കോംപ്രമൈസ് ഫോർ ക്വാളിറ്റി നൗഡേയ്സ് ബിക്കോസ് സപ്ലൈ ഇസ് മോർ. ഈ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ താങ്കളുടെ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഓഡിറ്റിംഗ് ഫേം എമിറേറ്റ്സ് അക്കൗണ്ട്സ്, എമിറേറ്റ്സ് ക്ലബ് ഓഫ് അക്കൗണ്ടൻസ് എന്നുള്ള ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലെ മെമ്പേഴ്സ് അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് പ്രൊഫഷണൽസ് ആണ്. ഇതിലെ മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ റെഗുലർലി ബിസിനസ് അവയർനെസ് ആൻഡ് ലീഗൽ ആൻഡ് എത്തിക്കൽ അവയർനെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് വേൾഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് CPI ഇന്റർനാഷണൽ ലണ്ടൻ ആൻഡ് CA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. അന്താരാഷ്ട്ര തലത്തിൽ ഈ 2 കമ്പനികൾ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്? 2 കമ്പനികളും എമിറേറ്റ്സ് അക്കൗണ്ട്സും യുണൈറ്റഡ് ഓഡിറ്റിംഗും രണ്ടും ISO സർട്ടിഫൈഡ് ആണ് ഫ്രം UCAS. IEC ഇന്റർനാഷണൽ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഓഡിറ്റേഴ്സ് that is based in Paris, that is a member in the forum of firms. ഈ forum of firms എന്ന് വെച്ചാൽ ലോകത്തിലെ ടോപ്പ് 20 ഓഡിറ്റ് ഫേംസിൻ്റെ ഗ്രൂപ്പാണ്. അതിൽ IEC വൺ ഓഫ് ദി മെമ്പേഴ്സ്. എമിറേറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് യുണൈറ്റഡ് ഓഡിറ്റിംഗ് റെപ്രസെൻറ്റ്സ് IEC in UAE. We are proud to say that we are among these top 20 audit firms in the world. മനു ഇതുവരെ പ്രവർത്തന മേഖലയെക്കുറിച്ചാണ്, കർമ്മമേഖലയെക്കുറിച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ വീട്ടുകാര്യമോ നാട്ടുകാര്യമോ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ വീട്ടുകാര്യത്തെക്കുറിച്ച് കൂടി പറയണം. ഫാമിലി ഇവിടെയാണ്. വൈഫും മോള് 3 വയസ്സാണ് മോള് ഗായത്രി. വൈഫ് സൗമ്യ സോഫ്റ്റ്വെയർ ഫീൽഡാണ്. അച്ഛനും അമ്മയും നാട്ടിലാണ്. എനിക്ക് ഒരു സഹോദരൻ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സഹോദരി നാട്ടിൽ തന്നെയാണ്, ടീച്ചറാണ്. ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ആത്മാർത്ഥമായൊരു സഹായവും സഹകരണവും ഒക്കെ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് തന്നെയാണ് കമ്പനിയുടെ ഈ സക്സസിന് കാരണം. മനു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നാണ് വരുന്നത്. ചുരുക്കം ചില ആളുകളാണ് ഈ ഓഡിറ്റിംഗ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ചുരുക്കം ചില പേരാണ്, പ്രത്യേകിച്ച് കാസർഗോഡ് ഈ കാഞ്ഞങ്ങാട് ഭാഗം എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരാണ് ഈ ഓഡിറ്റിംഗ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങി. ഞാൻ പഠിക്കുമ്പോഴൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇപ്പോഴ് മെഡിക്കലും എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്ന പോലെ തന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ്, അതായത് +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ വളരെ പരിചയസമ്പന്നനാണ് മനു നായർ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മേഖല തിരഞ്ഞെടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ലോകത്ത് ബിസിനസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിൻ്റെയും ഓഡിറ്റേഴ്സിൻ്റെയും ആവശ്യകതയും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് വേൾഡ്. അതുകൊണ്ട് അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് ഇത് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ. മനു നായർ, താങ്കൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. താങ്കളുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച്, സുഹൃത്തുക്കളുടെ സഹകരണത്തെക്കുറിച്ച്, ഒപ്പം ഈ ഫീൽഡിൻ്റെ പ്രത്യേകത, വെല്ലുവിളികൾ, ഇതൊക്കെ ഒപ്പം രസകരമായ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രവാസി ചിന്തകൾ സഹകരിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.